അറിയാം കൊമേഴ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന ചാപ്റ്ററിലെ അവസാന വീഡിയോ ആണിത്. ഹെൻറി ഫയോളിൻ്റെ 14 മാനേജ്മെൻറ്റ് പ്രിൻസിപ്പിൾസിൽ ആദ്യത്തെ 5 കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചിരുന്നു. ശേഷിക്കുന്ന 9 പ്രിൻസിപ്പിൾസാണ് ഈ വീഡിയോയിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഇന്നത്തെ ടോപ്പിക് ഹെൻറി ഫയോൾസ് പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ്. സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്. Every worker has some individual interest for working in a company, but the interest of the organization is more important than the individual interest. In all the situations, the interest of the group or company will prevail over the interest of any one individual. The group interest should not be sacrificed for the promotion of personal interest. വ്യക്തി താൽപ്പര്യങ്ങൾക്ക് പൊതു താൽപ്പര്യങ്ങളോടുള്ള വിധേയത്വം. സ്ഥാപനത്തിലെ ഓരോ വ്യക്തിക്കും സ്വന്തമായ ഇഷ്ടങ്ങളും താൽപ്പര്യങ്ങളും ഒക്കെ ഉണ്ടാവാം. പക്ഷേ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പിനും പുരോഗതിക്കും വേണ്ടി പൊതു ലക്ഷ്യങ്ങൾക്കും താൽപ്പര്യങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകണം. മാനേജ്മെൻറ്റും തൊഴിലാളികളും സ്വന്തം താൽപ്പര്യത്തെക്കാൾ പ്രാധാന്യം സ്ഥാപന താൽപ്പര്യത്തിന് നൽകണമെന്നതാണ് ഈ തത്വം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും പൊതു താൽപ്പര്യത്തെ ബലി കഴിച്ചുകൊണ്ട് വ്യക്തി താൽപ്പര്യങ്ങൾ സംരക്ഷിക്കരുത്. റെമ്യൂണറേഷൻ ഓഫ് എംപ്ലോയീസ്. The overall pay and compensation should be fair to both employees and the organization. The employees should be paid fair wages, which should give them at least a reasonable standard of living. It should act as a source of satisfaction and means of motivation for the employees. This will ensure a good relationship between workers and management. ജീവനക്കാരുടെ വേതനം. ജീവനക്കാരുടെ വേതനം ന്യായവും യുക്തവുമായിരിക്കണം. കൂലി സമ്പ്രദായം തൊഴിലാളികൾക്ക് പ്രോത്സാഹനവും ഏറെ സംതൃപ്തിയും നൽകുന്നതായിരിക്കണം. നൽകുന്ന വേതനം ജീവനക്കാർക്ക് ന്യായമായ ജീവിത നിലവാരം ഉറപ്പുവരുത്തുന്നതാവണം. അതോടൊപ്പം തന്നെ സ്ഥാപനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയും പരിഗണിക്കേണ്ടതുണ്ട്. ന്യായമായ വേതനം നൽകുന്നതിലൂടെ തൊഴിലാളികളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താനും തൊഴിൽ കുഴപ്പങ്ങൾ ഒഴിവാക്കാനും സാധിക്കുന്നു. സെൻട്രലൈസേഷൻ ആൻഡ് ഡീസെൻട്രലൈസേഷൻ. സെൻട്രലൈസേഷൻ മീൻസ് concentration of decision making authority at the top management. Decentralization means sharing of authority to lower levels. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും. തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള അധികാരം ഉന്നതതല മാനേജ്മെൻറ്റിൽ മാത്രം നിലനിർത്തുന്നതിനെ അധികാര കേന്ദ്രീകരണം എന്ന് പറയുന്നു. അധികാരങ്ങൾ മാനേജ്മെൻറ്റിൻ്റെ വിവിധ തലങ്ങളിലേക്ക് പങ്കുവെച്ച് നൽകുന്നതിനെ വികേന്ദ്രീകരണമെന്നും പറയുന്നു. An organization should try to obtain a balance between centralization and decentralization. The degree of both depends upon the conditions in the organization, size of the organization, experience of superiors, etc. ഇവ രണ്ടിൻ്റെയും തോത് സ്ഥാപനത്തിൻ്റെ വലിപ്പം, മേലധികാരികളുടെ കാര്യക്ഷമതയും പരിചയവും, ജോലിയുടെ പ്രകൃതം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. കേന്ദ്രീകരണവും വികേന്ദ്രീകരണവും തമ്മിലുള്ള സന്തുലിതാവസ്ഥയാണ് അദ്ദേഹം ഈ തത്വത്തിലൂടെ നിർദ്ദേശിക്കുന്നത്. സ്കാലാർ ചെയിൻ. The formal lines of authority from highest to lowest ranks are known as scalar chain. It refers to the line of authority or the chain of superiors from the highest to lowest rank. Subordinates can approach their superiors through this line of authority. Scalar chain ensures an effective communication. It is a chain of command. അധികാര ശ്രേണി. ഒരു സ്ഥാപനത്തിലെ മേലുദ്യോഗസ്ഥന്മാരും കീഴ്ജീവനക്കാരും അവരുടെ അധികാരത്തെ അടിസ്ഥാനമാക്കി ക്രമീകരിച്ചിരിക്കുന്ന ഔപചാരിക നിരയാണ് അധികാരശ്രേണി. ഈ ശ്രേണിയെ സ്ഥാപനത്തിലെ ഔപചാരിക വാർത്താവിനിമയ നിരയായും ആജ്ഞകൾ നൽകുന്നതിനുള്ള നിരയായും കണക്കാക്കുന്നു.
സ്ഥാപനത്തിൽ വളരെ കാര്യക്ഷമമായ ഒരു ആശയവിനിമയ സംവിധാനം സ്ഥാപിക്കാൻ ഇത് സഹായിക്കുന്നു. അക്കോർഡിംഗ് ടു ഫയോൾ, this chain should not be violated in the normal course of formal communication. The main drawback of this system is that it is time consuming, thus results in delay in taking decisions. To avoid this difficulty, Fayol introduced Gangplank rule. It allows direct communication between managers at the same levels in case of emergencies. കീഴ്ജീവനക്കാർക്ക് തങ്ങളുടെ മേലധികാരികളുമായി ഈ ശൃംഖലയിലൂടെ മാത്രമേ ആശയവിനിമയം നടത്താൻ സാധിക്കുകയുള്ളൂ. ഈ സംവിധാനത്തിൻ്റെ പ്രധാന പോരായ്മ ആശയവിനിമയം നടത്താൻ സമയമെടുക്കുന്നതുകൊണ്ട് തീരുമാനങ്ങൾ എടുക്കാൻ കാലതാമസമുണ്ടാകും എന്നതാണ്. ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ ഫയോൾ ഗാങ് പ്ലാങ്ക് നിയമം അവതരിപ്പിച്ചു. അടിയന്തര സാഹചര്യങ്ങളിൽ ഒരേ തലത്തിലുള്ള മാനേജർമാർക്ക് തമ്മിൽ നേരിട്ട് ആശയവിനിമയം നടത്താൻ ഇത് അനുവദിക്കുന്നു. സ്കാലാർ ചെയിൻ എന്താണെന്ന് ഒരു ചിത്രത്തിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇ എന്ന മാനേജർ ഒ എന്ന മാനേജറുമായി സ്കാലാർ ചെയിൻ പ്രകാരം എങ്ങനെയാണ് ആശയവിനിമയം നടത്തുന്നത് എന്ന് നമുക്ക് നോക്കാം. ഗാങ് പ്ലാങ്ക് നിയമപ്രകാരം ഇ എന്ന മാനേജർക്ക് ഒ എന്ന മാനേജറുമായി നേരിട്ട് ആശയവിനിമയം നടത്താവുന്നതാണ്. ഓർഡർ. ദ പ്രിൻസിപ്പിൾ ഓഫ് ഓർഡർ സ്റ്റേറ്റ്സ് ദാറ്റ് there is a place for everything or everyone in the organization and everything or everyone in his or his place. It is concerned with the arrangement of things and placement of people. Essentially, it means orderliness. ക്രമം. ഒരു സ്ഥാപനത്തിലെ എല്ലാ വസ്തുക്കൾക്കും വ്യക്തികൾക്കും ഒരു നിശ്ചിത സ്ഥലം ഉണ്ടായിരിക്കുകയും ആ വ്യക്തികളും വസ്തുക്കളും യഥാസ്ഥാനത്ത് ഉണ്ടെന്ന് ഉറപ്പുവരുത്തുകയുമാണ് ക്രമം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഒരു സ്ഥാപനത്തിൻ്റെ പ്രവർത്തനം ഫലപ്രദമായി നടക്കണമെങ്കിൽ ഇത്തരം വ്യവസ്ഥ അനിവാര്യമാണ്. ഇക്വിറ്റി. According to Fayol, the superiors should be fair and impartial while dealing with their subordinates. There should be no discrimination against anyone on account of sex, religion, language, caste, belief, or nationality, etc. Equal opportunities are available for everyone in such companies to rise. This will help the management to secure willing cooperation and support from the employees. സമത്വം. മാനേജർമാർ എല്ലാ തൊഴിലാളികളോടും ന്യായമായും നിഷ്പക്ഷതയോടും കൂടി പെരുമാറണമെന്നാണ് ഈ തത്വം ആവശ്യപ്പെടുന്നത്. ഇതിലൂടെ ജീവനക്കാരുടെ കൂറും വിശ്വസ്തതയും ഉറപ്പിക്കാൻ കഴിയും. ജാതി, മത, ലിംഗ, ഭാഷ, രാജ്യ വ്യത്യാസമനുസരിച്ച് ജീവനക്കാരോട് വിവേചനത്തോടെ പെരുമാറാൻ പാടില്ല. സ്വജനപക്ഷപാതവും ചില ജീവനക്കാർക്ക് മാത്രം പരിഗണന നൽകൽ എന്നിവയും ഒഴിവാക്കേണ്ടതുണ്ട്. സ്ഥാപനത്തിൽ വളരാനുള്ള അവസരം എല്ലാവർക്കും ഒരുപോലെ നൽകേണ്ടതാണ്. സ്റ്റെബിലിറ്റി ഓഫ് പേഴ്സണൽ. Fayol suggested that managers and workers should not be shifted from their positions frequently. Proper time should be given to a worker to adjust himself to the new environment. A person cannot render his useful services if he is moved frequently from one job to another. They should be given reasonable time to show results. ജീവനക്കാരുടെ സ്ഥിരത. ജീവനക്കാരെയും മാനേജർമാരെയും ഇടയ്ക്കിടെ അവരുടെ ജോലിയിൽ നിന്നും മാറ്റി പ്രതിഷ്ഠിക്കുന്നത് അവരുടെ കാര്യക്ഷമത കുറയ്ക്കാൻ ഇടയാക്കും. പുതിയ ജോലിയുമായും പുതിയ ജോലി സാഹചര്യവുമായും പൊരുത്തപ്പെടാനുള്ള സമയം അവർക്ക് നൽകിയിരിക്കണം. അല്ലാത്ത പക്ഷം ഒരിക്കലും ആ തൊഴിലാളിക്ക് തൻ്റെ വിലപ്പെട്ട സേവനം സ്ഥാപനത്തിന് നൽകാൻ കഴിയില്ല. ഇനീഷ്യേറ്റീവ്. According to Fayol, workers should be encouraged to develop and carry out their plans for improvements. Initiative means taking the first step with self-motivation. It is one of the traits of an intelligent person. Initiative should be encouraged. മുൻകൈയെടുക്കൽ.
ജീവനക്കാർക്ക് ക്രിയാത്മകമായി ചിന്തിക്കുന്നതിനും മുൻകൈയെടുത്ത് കാര്യങ്ങൾ നിർവഹിക്കുന്നതിനുമുള്ള അവസരങ്ങൾ നൽകണമെന്നാണ് ഈ തത്വം നിർദ്ദേശിക്കുന്നത്. സ്വയം പ്രേരിതനായി കാര്യങ്ങൾ തുടങ്ങിവെക്കുന്നതിനുള്ള താല്പര്യമാണ് മുൻകൈയെടുക്കൽ. അതൊരു ബുദ്ധിമാനായ വ്യക്തിക്കുണ്ടാകുന്ന പ്രത്യേക ഗുണമാണ്. മുൻകൈയെടുക്കാനുള്ള കഴിവ് എപ്പോഴും പ്രോത്സാഹിപ്പിക്കപ്പെടേണ്ടതാണ്. എസ്പിരിറ്റ് ഡി കോർപ്സ്. The organization can achieve the goal only when all the employees are working with cooperation as a team. The principle of esprit de corps implies that there should be cooperation and team spirit among the members of an organization. According to Fayol, management should promote a team spirit of unity, harmony and self-belongingness among employees. ഐക്യമത്യം മഹാബലം. ഒരു സ്ഥാപനത്തിലെ എല്ലാ ജീവനക്കാരും വളരെ ഐക്യത്തോടെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം കൈവരിക്കാനാവുകയുള്ളൂ. സ്ഥാപനത്തിലെ എല്ലാ അംഗങ്ങളും ഒരു ടീം എന്ന നിലയിൽ പ്രവർത്തിക്കണം. ശക്തമായ സംഘടിത യത്നമില്ലെങ്കിൽ സ്ഥാപന ലക്ഷ്യം നേടിയെടുക്കുക എന്നത് വളരെ പ്രയാസകരമായിരിക്കും. മാനേജ്മെൻറ്റ് തൊഴിലാളികൾക്കിടയിൽ ഐക്യം, സമത്വം, പരസ്പരാശ്രയത്വം എന്നിവയൊക്കെ ഉണ്ടാക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ഹെൻറി ഫയോൾ ആൻഡ് FW ടൈലർ. ഫസ്റ്റ് ഡിഫറൻസ് പെർസ്പെക്റ്റീവ്. ഹെൻറി ഫയോൾ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റ്, FW ടൈലർ ഷോപ്പ് ഫ്ലോർ ലെവൽ ഓഫ് എ ഫാക്ടറി. ഹെൻറി ഫയോളും FW ടൈലറും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഒന്നാമത്തേത് കാഴ്ചപ്പാട്. ഫയോൾ ഉന്നതതല മാനേജ്മെൻറ്റ്, ടൈലർ ഫാക്ടറിയിലെ ഏറ്റവും താഴ്ന്ന തലം. സെക്കൻഡ്, യൂണിറ്റി ഓഫ് കമാൻഡ്. ഹെൻറി ഫയോൾ സ്റ്റാഞ്ച് പ്രൊപ്പണൻറ്റ്, FW ടൈലർ ഡിഡ് നോട്ട് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ്. രണ്ടാമത്തേത് ആജ്ഞാ ഐക്യം. ഫയോൾ ശക്തമായ വക്താവ്, ടൈലർ വലിയ പ്രാധാന്യമില്ല. തേർഡ്, ആപ്ലിക്കബിലിറ്റി. ഫയോൾ ആപ്ലിക്കബിൾ യൂണിവേഴ്സലി, ടൈലർ ആപ്ലിക്കബിൾ ടു സ്പെഷ്യലൈസ്ഡ് സിറ്റുവേഷൻസ്. മൂന്നാമത്തേത് പ്രയോഗക്ഷമത. ഫയോൾ സാർവത്രിക പ്രയോഗക്ഷമത, ടൈലർ പ്രത്യേക സാഹചര്യങ്ങളിൽ പ്രയോഗിക്കാം. നമ്പർ 4, ബേസിസ് ഓഫ് ഫോർമേഷൻ. പേഴ്സണൽ എക്സ്പീരിയൻസ്, ഒബ്സർവേഷൻസ് ആൻഡ് എക്സ്പെരിമെൻറ്റേഷൻ. 4, രൂപീകരണത്തിൻ്റെ അടിസ്ഥാനം. വ്യക്തിപരമായ അനുഭവജ്ഞാനം, പരീക്ഷണ നിരീക്ഷണങ്ങൾ. 5th one, ഫോക്കസ്. ഇംപ്രൂവിംഗ് ഓവറോൾ അഡ്മിനിസ്ട്രേഷൻ, ഇൻക്രീസിംഗ് പ്രൊഡക്ടിവിറ്റി. അഞ്ചാമത്തേത് ഊന്നൽ. മൊത്തത്തിലുള്ള ഭരണം മെച്ചപ്പെടുത്തുന്നതിന്, ഉൽപ്പാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിന്. 6th, പേഴ്സണാലിറ്റി. പ്രാക്ടീഷണർ, സയൻറ്റിസ്റ്റ്. ആറാമത്തേത് വ്യക്തിത്വം. തൊഴിൽക്കാരൻ, ശാസ്ത്രജ്ഞൻ. 7th, എക്സ്പ്രഷൻ. ഫയോൾ ജനറൽ തിയറി ഓഫ് അഡ്മിനിസ്ട്രേഷൻ, ടൈലർ സയൻറ്റിഫിക് മാനേജ്മെൻറ്റ്. ഏഴാമത്തേത് ആവിഷ്കരണം. ഫയോൾ ഭരണവുമായി ബന്ധപ്പെട്ട പൊതു സിദ്ധാന്തം, ടൈലർ ശാസ്ത്രീയ മാനേജ്മെൻറ്റ്. ഇപ്പോൾ നമ്മൾ ഫയോളിൻ്റെ 14 മാനേജ്മെൻറ്റ് തത്വങ്ങളും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ഈ 14 തത്വങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്നുകൂടി ഓർത്തു നോക്കാം. ഡിവിഷൻ ഓഫ് വർക്ക്, അതോറിറ്റി ആൻഡ് റെസ്പോൺസിബിലിറ്റി, ഡിസിപ്ലിൻ, യൂണിറ്റി ഓഫ് കമാൻഡ്, യൂണിറ്റി ഓഫ് ഡയറക്ഷൻ, സബോർഡിനേഷൻ ഓഫ് ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് ടു ജനറൽ ഇൻട്രസ്റ്റ്, remuneration of employees, centralization and decentralization, scalar chain, order, equity, stability of personnel, initiative, esprit de corps.